everyone, welcome to edexe learning. Plus 2 ശേഷം ഒരു ടോപ്പ് ബി സ്കൂളിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടിംഗ് ആയിരിക്കും. Today I am going to give you the complete introduction to the IPMAT exam. What it is, who conducts it, the exam structure, eligibility criteria, and the top institute that accept the score. So, what exactly is IPMAT? IPMAT stands for Integrated Programming Management Aptitude Test. അതായത് ഇന്ത്യയിലെ ടോപ്പ് ബി സ്കൂൾ ഓഫർ ചെയ്യുന്ന 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്കുള്ള എൻട്രൻസ് എക്സാം ആണ് IPMAT. പ്ലസ് 2 ശേഷം മാനേജ്മെന്റ് ഫീൽഡിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി BBA പ്ലസ് MBA കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Currently the most popular IPMAT are conducted by IIM Indore IIM Rohtak. എന്തുകൊണ്ടാണ് IPMAT ഇത്ര ഇമ്പോർട്ടന്റ് ആയത്? Students who join IPM program get early exposure to management principle, business communication, analytical skills and leadership development. ഇതിനു വേണ്ടിയിട്ട് 2 ഇമ്പോർട്ടന്റ് എക്സാംസ് ആണുള്ളത്, IPMAT Indore and IPMAT Rohtak. ഇതിൽ IPMAT Indore എന്ന് പറയുന്നത് ഷോർട്ട് ആൻസേഴ്സും MCQസും കമ്പൈൻ ചെയ്തിട്ടുള്ള ഹൈലി ക്വാണ്ടിറ്റേറ്റീവ് ലെവൽ എക്സാം ആണ്. എന്നാൽ IPMAT Rohtak റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും ചേർന്നത്. സോ നമുക്ക് IPMATന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്ലസ് 2 ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾ 55% മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. അതിൽ തന്നെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ 60% മുകളിൽ സ്കോർ ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഏജ് ഒരിക്കലും 20 വയസ്സിന് മുകളിലാവാൻ പാടില്ല. അതുപോലെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് IIM ജമ്മു, IIM റാഞ്ചി ആൻഡ് IIM ബോധ്ഗയ. ഇതുപോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും IPMATന്റെ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. So that's a completely beginner-friendly introduction to IPMAT. If you want more videos on preparation strategy, syllabus or tips, comment below. Thanks for watching and all the best for your IPMAT journey.